ഉങ്കിട്ട് സണ്ട പോട്ട എനിക്ക് നേരയില്ല. ഓ പിന്നെ എന്തിനാ മാഡത്തിന് നേരം? മാധു അല്ലേ അത്? ഇവനെന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത്? ഡാ മാധു, നാൻസിനെ സ്റ്റീവനും കിട്ടിയില്ല, ജോനാഥനും കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. നാൻസിയാ? ഏത് നാൻസി? ഓളൊരു ജിന്നാണ് മോനെ. ലച്ചു, നീ ഇടിയപ്പത്തിന് പൊടി കുഴച്ചായിരുന്നോ? ആ, ഞാൻ എന്താ കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാ ജാനിയമ്മ ഈ പുട്ടിന്റെ ഒപ്പം ഇടിയപ്പം കൂടെ ഉണ്ടാക്കുന്നേ? മാമിന്റെ മൂത്ത പുത്രന് അണ്ണാക്കിന്ന് താഴത്തോട്ട് പുട്ടിറങ്ങില്ലേ, അത് കാരണം അവൻ എല്ലാ ദിവസവും ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കണം. മാധവപ്പം ഡെയിലി ഇടിയപ്പാണോ കഴിക്കുന്നത്? ഏയ്, അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അവന് നാട്ടുകാരെ ഇന്ന് കിട്ടാത്ത ദിവസം വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അത് മാധുവിന്റെ ഒച്ചല്ലേ? ആ, മുടി 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 വിട്ടു 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 മുടിന്ന് വിട്ടു. അമ്പലപ്പറമ്പിലെ ഫൈറ്റ് അല്ല മനുഷ്യ, പിടിച്ചു മാറ്റ്. വയസ്സ് എത്ര വേണ്ടതാ? ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ. അതിന് ഞാനല്ല, അവനാ ആദ്യം തുടങ്ങിയത്. എന്തിനാ മനു നീ അവനടിച്ചത്? ആരാടാ നാൻസി? നാൻസിയോ? ഏത് നാൻസി? എനിക്കറിയില്ല. അച്ഛാ, അവൻ കള്ളം പറയുന്ന. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴാൻ പറഞ്ഞു നാൻസി സ്റ്റീവ്, പിന്നെ വേറൊരു ചെറുക്കന്റെ പേരും കൂടെ പറഞ്ഞു. നാൻസി സ്റ്റീവ്, നല്ല പരിചയമുണ്ട്. ഇവനെ ഞാനിന്ന്. അമ്മ വെയിറ്റ്. നിങ്ങൾ വിചാരിക്കും പോലെ നാൻസി അവന്റെ അവിഹിതമൊന്നുമില്ല. ഞങ്ങൾ ഇന്നൊരു സിനിമ കണ്ടു, അതിലെ ക്യാരക്ടറിന്റെ പേരാത്. മനു, ആദ്യം ഇന്നലെ അലാറം വെച്ച് എഴുന്നേപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു നോക്കിയിട്ട് വരട്ടെ. മോൻ വിളിച്ചിട്ട് താഴത്തോട്ട് വരുമല്ലോ. ശരി, വിളിച്ചിട്ട് വാ. മുകളിലോട്ട് കയറിയതിന് താഴത്തോട്ട് ഇറങ്ങാത്താണ് നല്ലത്. லட்சமா, காலையில இங்க யாராலும் சண்டை போட்டுட்டு இருக்கா? എന്റെ പുത്രന്മാർ രണ്ടും കൂടി ഇടി കൂടിയതാ. നീ ഇത്ര നേരത്തെ റെഡിയായോ? അമ്പലത്തിൽ നട നടക്കുന്നത് 10 മണിക്കാ, അല്ലാതെ 12 മണിക്കല്ല. എന്നിട്ട് നീ റെഡിയായോന്ന്? കഥ പറഞ്ഞ് നിൽക്കാതെ വേഗം ഇറങ്ങാൻ നോക്കടി. അതിനമ്മ എന്റെ മോൻ വരണ്ടേ? മേഘ, ആദ്യം ഇറങ്ങിയില്ലേ ഇതുവരെ? ഇതാരാ ഈ നേരത്ത്? ആദി, ഈ കുരിശിപ്പാടുന്നു. എന്ത് പൊണ്ണിയാരോ? இந்த பொண்ணு அவனோட முறை பொண்ணு. என்ன? அது சொன்னா
ഉന്നുടെ ഹസ്ബൻഡ് എത്താ, അവളുടെ മാമ. മാമാവോ? ആ ഇതാ നീ ഹെയർ കട്ട് ചെയ്തു, എന്താ നിനക്ക് ഇത്ര ചേഞ്ച്? ഇല്ല, അതൊരു ഗ്യാപ്പ് കഴിഞ്ഞ് നീ കാണുന്നതുകൊണ്ട് നിനക്ക് തോന്നുക. നിനക്ക് പക്ഷെ ഇപ്പോഴും ഒരു മാറ്റമില്ല കേട്ടോ, ഇപ്പോഴും ആ പഴയ കുഞ്ഞിക്കുട്ടി. എന്നാലേ ഞാനിപ്പോ അത്ര കുഞ്ഞുകുട്ടിയൊന്നുമല്ല, അല്ലേ മാധു? പിന്നെ ഇപ്പൊ വളർന്ന് പന്തലിച്ച്. ഇവളെന്തിനാണ് എന്നെ നോക്കി കണ്ണുരുട്ടണത്? ആ ഇനി കഥ പറച്ചിലൊക്കെ അമ്പലത്തിൽ പോയി വന്നിട്ട് നടയടക്കും, വേഗം ചെല്ലാൻ നോക്ക്. ആദ്യം നിങ്ങളുടെ ഒരു ടെമ്പിളിലേക്ക് ഞാനും വന്നോട്ടെ. അതിനെന്താ, നീയും പോരും. മധുരമേ ക്ഷണമേ ഓജലേ, മധുരമേ ക്ഷണമേ, മധുരമേ ക്ഷണമേ ഓജലേ. എടാതി, നിങ്ങള് ഇവളായിട്ടോടെ നിക്ക്, ഞങ്ങള് പോയി പ്രസാദം വാങ്ങിച്ചിട്ട് വരാം. ആദി ദാ നോക്ക്, ആമ്പല്. എനിക്ക് ആമ്പല് വേണം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ നോക്കട്ടെ. അതി ഒരു നിമിഷം, എനിക്ക് മല്ലിപ്പൂ വാങ്ങിക്കൊടു. എനിക്ക് മല്ലിപ്പൂ വാങ്ങിക്കൊടു. ഇനി എനിക്ക് ആമ്പല് പൊട്ടിച്ചതാ. വഴുക്കലുണ്ട്, ആ ഉണ്ടൊക്കെ താഴെ വെച്ച് നടക്കടി. താഴെ തന്നെ ഉള്ളത്. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോടാ? വലിയ തിരക്കില്ലായിരുന്നു. അമ്മ ഫുഡ് എടുത്ത് വെക്ക്, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. മേഘമോളെ നീ കുടിച്ചില്ലേ, ചെന്ന സാരിയൊക്കെ മാറ്റിട്ടോ. ആ ജാനമ്മ. അയ്യേ, ഞാനെന്താ ചെയ്യുന്നേ? അതേ, നിനക്ക് നാണമില്ല സ്വന്തം ഭാര്യ വായി നോക്കാൻ. എന്നോടൊന്നും ശരിയാവില്ല. എന്നെ വേണോ? ആദ്യയുടെ ചാർജറും തരുമോ? അത് മാധുപക്കത്തിൽ തകർക്ക്. ഓ ആദ്യയില്ലേ അത്? അവര് കൊഞ്ചം മുന്നാടി വെളിയിൽ പോട്ടെ. എന്നാ ശരി, താൻ റെസ്റ്റ് എടുത്തോ. ആരാ വന്നേ? അത പൊണ്ണ്. എന്താ പൊണ്ണ്? അത സിത്താര. അതില് ഉനക്കുള്ള കോപം. അതിന് എനക്കല്ല. പിന്നെന്തിനാ ഞാൻ പുറത്തു പോയെന്ന് നീ അവളോട് കള്ളം പറഞ്ഞേ? പിന്നെ ഞാൻ അവൾ അതിനകത്തേക്ക് പറഞ്ഞു വിടണമായിരുന്നു. എന്താ ഉദ്ദേശം? ഇന്നലത്തെ എപ്പിസോഡിന്റെ ബാക്കി കാണണ്ടേ? എപ്പിസോഡ് മാത്രം നീ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ മോൻ പോകാൻ നോക്ക്. മഹിയേട്ട, ആ സാധാരണ കൊച്ചിന്റെ വീട്ടിലെ കല്യാണം എന്നാ പറഞ്ഞത്? അത് ഈ മാസം 25 എന്തോല്ലേ പറഞ്ഞത്?
25 പറയുമ്പോ ഈ വരുന്ന ഞായറാഴ്ചയല്ലേ? ഈ വരുന്ന ഞായറാഴ്ചയാണല്ലേ? ഞാൻ അതങ്ങ് മറന്നിരിക്കുകയായിരുന്നു. ഗുരുവായൂർ വെച്ചല്ലേ കല്യാണം? ആടാ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാ താലികെട്ട്. ഇവിടെ കല്യാണത്തിന് 2 ദിവസം മുന്നേ അവർ വന്നതല്ലേ, നമ്മളിപ്പോ അങ്ങനെ തന്നെ പോകണ്ടേ? എന്തിന്? അല്ല, അച്ഛൻ പറഞ്ഞതാ പോയിന്റ്. നമുക്ക് നാളെ വൈകുന്നേരം തന്നെ പോവാം. ആ, അപ്പൊ നീ ജീവനോടെ ഉണ്ടല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഡാ, നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. എന്താടാ? ഡാ, അമ്മയൊക്കെ പഠിച്ച കോളേജിന്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നാളെ തന്നെ ചെന്നൈക്ക് പോകണം. അപ്പോൾ നാളത്തെ കൊണ്ട് എൻ്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും.